ക്ലാസിക്സ് കേരള മാത്സ് ആക്ടിവിറ്റി 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ്. ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഹാസ് ഓഡ് നമ്പേഴ്സ് ഓഫ് ഫാക്ടേഴ്സ്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഓഡ് നമ്പർ ഫാക്ടേഴ്സിൻ്റെ നമ്പർ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ 18 നോക്കുക. 18ൻ്റെ ഫാക്ടേഴ്സാണ് നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ 18ൽ 2 കണ്ടോ, 2 × 3 × 3. അതായത് പവർ 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ 1 ആണ്, 2⁻1 ആണ്. കണ്ടോ, മുകളിൽ യെല്ലോ കളറിൽ എഴുതി വെച്ചിരുന്നുണ്ടോ, 2⁻1. 3 × 3, അപ്പോൾ എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട് അല്ലേ, 3⁻2. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. 2 എത്ര ഉണ്ട്? ഒരെണ്ണം. 3 രണ്ടെണ്ണം. ഇപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാനായിട്ട് ഉള്ള ഫോർമുല ഇതാണ്. ഇപ്പോൾ ഈ 18ൻ്റെ 2 × 3 × 3 അല്ലേ. അപ്പോൾ പവേഴ്സ് ഓഫ് 2 + 1 പവേഴ്സ് ഓഫ് 2, അല്ലാണ്ട് 2ൻ്റെ 2 എന്നല്ല എഴുതണ്ടേ, പവർ എത്രയാണ്? 1 ആണ് അല്ലേ. 1 + 1 ഇൻറ്റു പവർ ഓഫ് 3. പവർ ഓഫ് 3 എത്രയാണ്? 2 ആണ് അല്ലേ. 2 + 1. അപ്പോൾ 1 + 1 ഇൻറ്റു 2 + 1, 2 × 3. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 6 ഫാക്ടേഴ്സ്, 6 ഫാക്ടേഴ്സ്. അപ്പോൾ 18ൻ്റെ കിട്ടിയില്ലേ, 6 ഫാക്ടേഴ്സ് എന്ന് കിട്ടി. ഇനി അടുത്തത് 8ൻ്റെ ഫാക്ടേഴ്സ് എത്രയാണെന്ന് നോക്കാം. 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 × 2 × 2, അതായത് 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 2⁻3. അപ്പോൾ പവേഴ്സ് ഓഫ് 2 + 1, അതായത് 2 എത്ര 2 ഉണ്ട്? 3 ആണ് അല്ലേ. 3 + 1 4. അപ്പോൾ ഫാക്ടേഴ്സ് 4, അതും ഈവൻ നമ്പേഴ്സാണ്. ഇനി അടുത്തത് 16 നോക്കാം. 16ൽ 2⁻4 ആണ്. അപ്പോൾ നമുക്ക് 2⁻2. അപ്പോൾ 16ൻ്റെ നോക്കിയേ, 16ൽ 2 × 2 × 2 × 2 ആണ് 16 വരുന്നത്. അപ്പോൾ 2⁻4 ആണ്. 2ൻ്റെ പവർ 4 ആണ്. 4 + 1 5 ആണ്. 5 ഫാക്ടേഴ്സാണ് 16 ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയായിട്ട് വരുന്നത്. ഇനി 13ൻ്റെ ആണെങ്കിലോ, 1 × 1 × 13, അപ്പോൾ 2 ആണ് അല്ലേ. 13⁻1, 1 + 1 2. അപ്പോൾ ആൻസർ 16. 16ൻ്റെ ഫാക്ടേഴ്സ് 5 എണ്ണമാണ്, അതാണ് ഓഡ് നമ്പേഴ്സായിട്ട് വരുന്നത്. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ൻ്റെ എന്താണ്? 12 2 × 2 × 3 ആണ് അല്ലേ. അപ്പോൾ 2⁻2 × 3⁻1. അപ്പോൾ പവേഴ്സ് ഓഫ് 2 + 1, പവേഴ്സ് ഓഫ് 2 എത്രയാണ്? 2. 2ൻ്റെ പവർ 2 + 1 ഇൻറ്റു 3യുടെ പവർ 1, 1 + 1 2. അപ്പോൾ 3 × 2 6. അപ്പോൾ 6 ഫാക്ടേഴ്സാണ് കേട്ടോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് 20 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്? ഫസ്റ്റ് 20യുടെ 2 × 2 × 5, അതാണ് 20. 2 × 2 × 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 60 ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ്സ് ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 60യുടെ വരുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 60. അപ്പോൾ എത്ര ഫാക്ടർ ഉണ്ടെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ഇപ്പോൾ 60 ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 × 2 × 3 × 5 ആണ് അല്ലേ. അപ്പോൾ 2⁻2 × 3⁻1 × 5⁻1 ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ആദ്യം 2⁻2 പവർ ഓഫ് 2 ഇൻറ്റു പവർ ഓഫ് 3 ഇൻറ്റു
അപ്പോൾ എങ്ങനെ കാണുക എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന്? പവർ ഓഫ് 2 + 1 ഇൻറ്റു പവർ ഓഫ് 3 + 1 ഇൻറ്റു പവർ ഓഫ് 5 + 1. അപ്പോൾ നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ 2ൻ്റെ പവർ 2 അല്ലേ, 2 + 1 3 ഇൻറ്റു 1 + 1 2 ഇൻറ്റു 1 + 1 2 ഈക്വൽസ് 3 × 2 6 × 2 12 ഫാക്ടേഴ്സ് ഉണ്ടാവും 60ക്ക്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ 1 × 60, 2 × 30, 3 × 20, 4 × 15, 5 × 12, 6 × 10. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 12 ഫാക്ടേഴ്സ് കേട്ടോ.